നമസ്കാരം, റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ആലുവ മുപ്പത്തോളത്തോളം ഒരു വീടിന്റെ ഒരു വിശേഷങ്ങൾ കണ്ടിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ പ്രൊജക്റ്റിൽ 2 വീടുണ്ടെന്ന്. ഇതിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആ പ്രൊജക്റ്റിൽ തന്നെ രണ്ടാമത്തെ ഒരു വീടിന്റെയാണ്. വീഡിയോ കണ്ട വീട് ആ വലതുഭാഗത്ത് കാരണമാണ്. അതുകൊണ്ട് തന്നെ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ രണ്ടാമത്തെ വീട് വരുന്നത്. വീട് വരുമ്പോൾ തന്നെ കണ്ടല്ലോ, മുറ്റും തന്നെ നല്ല മറ്റേ വീടിനെ പോലെ തന്നെ നല്ല ഭംഗി പിടിച്ചിട്ടുണ്ട്, ടൈലൊക്കെ ഇട്ട് ഭംഗി പിടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ് സിറ്റ് ഔട്ട് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്ന ഭാഗത്താണ് നമുക്കൊരു വിശാലമായിട്ടുള്ളൊരു ലിവിംഗ് ഏരിയ വരുന്നത്. മറ്റു വീടിന്റെ വ്യത്യസ്തമായിട്ട് ഒരു ടെക്സ്ചർ മൊത്തം ഒരു വെറൈറ്റി വർക്കൊക്കെ ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ TV യൂണിറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ വാങ്ങുന്നവന് അവരുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ മറ്റുള്ള കാർട്ടൂൺ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഡൈനിങ് ഏരിയയിലേക്ക് കയറി വരുമ്പോൾ ഇതിന്റെ ഇടതുഭാഗത്തായിട്ടാണ് 2 റൂമും കിച്ചണും വരുന്നത്. അപ്പൊ നമുക്ക് നേരെ വരുന്ന ഈ റൂമും സ്റ്റെയറും കഴിഞ്ഞ് വരുന്ന നേരെ വരുന്ന ഭാഗത്താണ് ഒരു റൂം ഉള്ളത്. ഈ റൂമിനോട് ചേർന്ന് തന്നെ ഇടതുഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. നേരത്തെ മറ്റു വീട് കണ്ട പോലെ തന്നെ ബ്രൗണിഷ് കളറുള്ള ടൈപ്പ് ഒരു കബോർഡ് വർക്ക്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്നുള്ള ഈ പുറത്തേക്കുള്ള ഡോറ് കൊടുത്തേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഭാവിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കവർ ചെയ്തിട്ട് ഒരു വർക്ക് ഏരിയ ഒക്കെ ആക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ബിൽഡർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു റൂമിന്റെ ഒരു കിച്ചന്റെ വിശേഷങ്ങൾ കണ്ടു. ഇനി രണ്ടാമത്തെ റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്താണ് സ്റ്റെയർ റൂമിന്റെ അവിടെ കയറി വരുന്നുള്ള ഭാഗത്താണ് ഒരു മെയിൻ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. വിശാലമായിട്ടുള്ള റൂമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഈ വലതു ഭാഗത്ത് കാണുന്നതാണ് വാഷിംഗ് ഏരിയ. നല്ല സ്പേസ് കൊടുത്തിട്ടുള്ളത്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താഴത്തെ 2 റൂം കണ്ടു, കിച്ചൺ കണ്ടു, പുറത്തേക്ക് വർക്ക് ഏരിയ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കണ്ടു. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. മുകളിലേക്ക് കയറുമ്പോൾ SS ആണ് സ്റ്റെയർ കേസിന് ഹാൻഡിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ടൈപ്പിലാണ് ഇതിന്റെ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത്. കയറി പോയപ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ടുള്ളൂ, എന്നാൽ വളരെ വിശാലമായിട്ടുള്ളൊരു ലിവിംഗ് ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയ തന്നെ മറ്റു വീട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരേ കാര്യം തന്നെ പിന്നെ പറയുന്നല്ല കേട്ടോ. അത് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും വരുമ്പോൾ ഒരു രാത്രി നമ്മൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു കൂട്ടത്തും കൂടി ഇരുന്ന് ഒരു എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്നത് ബാൽക്കണിയിലേക്കാൾ വലിയൊരു ഏരിയയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റെയർ കേസ് കയറി വരുന്ന ഈ ഒരു ഭാഗത്താണ് മുകളിലുള്ള ഒരു റൂം വരുന്നത്. ഈ റൂം താഴത്തെ ഒട്ടും വ്യത്യസ്തമല്ല, വളരെ വിശാലമായിട്ടുള്ള വലിയൊരു റൂമാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. എല്ലാ റൂംസിന്റെയും അല്ലെങ്കിൽ താഴത്തെ മുകളിലൊക്കെ വൈറ്റ് ടൈപ്പുള്ള നല്ല അടിപൊളി വെറ്റിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിന്റെ ഈ ഭാഗത്താണ് വാഷ്റൂം വരുന്നത്. അപ്പോൾ നമ്മൾ ലിവിംഗ് ഏരിയ കണ്ടു, ഒരു റൂം കണ്ടു. ഈ തുറന്നു വരുന്നതാണ് പുറത്തേക്കുള്ള ഒരു ബാൽക്കണി കം ഓപ്പൺ ഏരിയ. ഇതൊരു ബാൽക്കണി മാത്രമല്ല, വലിയൊരു റൂമിന്റെ സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്രയും വലിയൊരു ഏരിയ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ മറ്റേ വീടിന്റെ ആദ്യത്തെ വീഡിയോയിൽ കണ്ട വീടിന്റെ പോലെ തന്നെ മുമ്പോട്ട് നോക്കുമ്പോൾ കാണുന്ന നല്ല ഭംഗിയുള്ളൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സ്പേസ് നാളെ ഒരു ഷീറ്റ് ഇട്ടൊക്കെ മറച്ചു കഴിഞ്ഞാൽ നല്ലൊരു വേറൊരു സ്പേസും കൂടി ആക്കി നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതോടൊപ്പം തന്നെ ഈ ഭിത്തിയിൽ ചെയ്തേക്കുന്ന ഈ ടെക്സ്റ്ററുകൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുന്നതിനേക്കാൾ ഭംഗി താഴെ നിന്ന് നോക്കുമ്പോൾ വീടിന് നല്ല ഭംഗി കിട്ടുന്നുണ്ട്. ഈ ഒരു ടെക്സ്റ്റർ വർക്കിന് കയറി നമ്മൾ ഈ ലിവിംഗ് ഏരിയ വരുന്ന ഈ ഭാഗത്താണ് ഓപ്പൺ ടെറസ് വരുന്നത്. നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഭാവിയിലേക്ക് ഷീറ്റൊക്കെ ഇട്ട് മറച്ചു വെച്ച് കഴിഞ്ഞാൽ തുണി അലക്കിയിട്ട് അതിന് തോരണിടാനുള്ള പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഈ വീടിന്റെ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീടിന് നമ്മൾ പറഞ്ഞത് 5.5 സെന്റുള്ള വീട്, 3 ബെഡ്റൂമുള്ള വീടിന് പറഞ്ഞത് 1900 സ്ക്വയർ ഫീറ്റിന് 95 ലക്ഷം രൂപയാണെങ്കിൽ ഇത് വരുന്നത് 3 ബെഡ്റൂം തന്നെയാണ്. ഈ വീടിന്റെ വില വരുന്നത് 85 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ സമീപിക്കുക. വൺസ് അഗൈൻ ദിസ് അജയ് ഘോഷ് ഫ്രം റിയൽ എസ്റ്റേറ്റ്. പുതിയൊരു പ്രോപ്പർട്ടിയുടെ പുതിയ വിശേഷങ്ങളായി എത്തുന്നവരെ സൈനിങ് ഓഫ്.